10 കൊല്ലം ഈ കഴിവില്ലായ്മയും ഭരണമില്ലായ്മയും വികസനമില്ലായ്മയും പീഡനവും ഇതെല്ലാം ചെയ്തിട്ട് പിന്നെ എന്തിനാണ് അവർ വോട്ട് ചോദിക്കുന്നത്? LDFന് UDFനും ഭരണം പിടിക്കാൻ അവർക്കൊരു ലക്ഷ്യമാണ്. അഴിമതിയാണ് അവരുടെ ലക്ഷ്യം, അഴിമതിയാണ് അവരുടെ രാഷ്ട്രീയം. ഇവരൊരു ടെൻഡറിംഗ് രീതി, എത്രയോ ടെൻഡേഴ്സ്, ഓഡിറ്റ് ചെയ്യാത്ത ടെൻഡേഴ്സ്, അവരൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നു, ടെൻഡർ ചെയ്യുന്നു. അഴിമതിന്റെ ഒരു കോൺസ്പിറസി. ജനങ്ങളെ വിശ്വസിച്ച് ഭരിക്കാൻ ഒരു അവസരം കൊടുത്തപ്പോൾ LDF എന്ത് ചെയ്തു? അതിന്റെ ഒരു തെളിവാണിത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്നത് കോടികളുടെ പകൽക്കൊള്ളയാണ്. അഴിമതിയുടെ രീതി വളരെ ലളിതമാണ്. 1-ാം ഘട്ടം മരാമത്ത് പണികൾക്ക് വേണ്ട യഥാർത്ഥ തുകയേക്കാൾ 40% അധിക തുക വകയിരുത്തി ഉദ്യോഗസ്ഥർ എസ്റ്റിമേറ്റ് തയ്യാറാക്കും. എന്നിട്ട് ഈ കരാർ ആർക്കു നൽകും? CITU നോമിനികളായ കരാറുകാർക്ക് മാത്രം. 2-ാം ഘട്ടമാണിത്. കൊള്ളയുടെ 3-ാം ഘട്ടം പണിക്ക് ചെലവാകുന്ന യഥാർത്ഥ തുക കഴിഞ്ഞ് ബാക്കി വരുന്ന 40% ലാഭം നേരെ CPM പാർട്ടി ഫണ്ടിലേക്ക്. ഇവിടെയും തീരുന്നില്ല കൊള്ളയിലെ പാർട്ടി പ്രൊഫഷണലിസം. കഴിഞ്ഞ 5 വർഷത്തിനിടെ 300 കോടിയിലധികം രൂപയുടെ ഫയലുകളാണ് ഓഡിറ്റിങ്ങിന് പോലും കൊടുക്കാതെ മുക്കിയത്. 2022-23 വർഷം മാത്രം 86,77,34,192 രൂപയുടെ ഫയലുകളാണ് കാണാനില്ലാത്തത്. കോർപ്പറേഷന്റെ കാശും ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ബോഡിന്റെ കാശ് ജനങ്ങളെ സേവിക്കാനാണ് ഉപയോഗിക്കുന്നത്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ആ കാശ് ഉപയോഗിക്കേണ്ടത്. രാഷ്ട്രീയക്കാരെ കീശയിൽ വെക്കാനല്ല, രാഷ്ട്രീയക്കാരെ തട്ടിക്കൊണ്ടുപോകാനുള്ള കാശല്ല. ഇതിന്റെ അന്വേഷണം നടക്കണം. സംസ്ഥാന ഗവൺമെന്റ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഇതിന് ആവശ്യപ്പെടും സെൻട്രൽ ഗവൺമെന്റ്. കാരണം കോർപ്പറേഷൻ ഉപയോഗിക്കുന്ന കാശ് സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കുന്ന കാശാണ്.